അപ്പൊ ഇതൊക്കെ നമ്മളൊരു ഷൈലോക്കിന്റെ സ്ഥാപനമൊന്നുമല്ല, അത് ഒരു പ്രൈവറ്റ് സ്ഥാപനമൊന്നുമല്ല. നിലപാടെടുത്തുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ സംസാരിച്ച രീതിയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇതിനകത്ത് വേറെ അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കൂടെ പരിശോധിക്കണം. അങ്ങനെ ഒരു അഴിമതിയല്ല. ഈ അഡ്വക്കേറ്റിന്റെ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള അത് അപ്പോഴും പറഞ്ഞോണ്ടാ മതി. അപ്പോഴെത്ര ഈ ആളുകൾ ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് അപ്പോഴും നമുക്ക് നോക്കാം സാർ. കുറെ സംവിധാനങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താനാണല്ലോ നിങ്ങൾ പുതിയ ഭരണസമിതി വന്ന് വായിക്കാം. പക്ഷേ അതിനെതിരായി നടപടി സ്വീകരിക്കാനും ഉത്തരവാദികളായിട്ടുള്ളത് നിങ്ങളാണ്. എല്ലാ കേസും സർക്കാരിനെ നമ്മൾ നടപ്പിലാക്കി ചെയ്യും. അപ്പൊ അതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇതിന്റെ ഒന്നും തന്നെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ LDF കൗൺസിലർമാരെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞതെല്ലാം ഇവിടെ വേറെ ആരുണ്ടോ പണം വാങ്ങിച്ചിട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നത്? ഒരു ഉരുകലുമില്ല. നിങ്ങൾ അന്വേഷിക്ക്, ഉരുകിക്കൊണ്ടിരിക്കാവുള്ളൂ. ഉരുകുന്നതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. നമ്മൾ അഴിമതിയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. കാരണം നിങ്ങളാണെന്ന് കണക്കൂട്ടുന്നത്, നിങ്ങളാണ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ആൾക്കാരുടെ വസ്തുക്കൾ ഒരു പ്രദേശത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വഴി കോമൺ ആയി ഒരു 10 പേർക്കായി പിന്നെ അവിടുത്തെ ഭൂ ഉടമ ഇടുന്നു. അത് തിരിച്ച് കുറേ നാളുകൾക്ക് ശേഷം ആ റോഡ് മാറ്റാൻ വേണ്ടി അവിടെ ഇലക്ട്രിസിറ്റി വലിക്കണം, അതോടൊപ്പം സീവേജും ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉണ്ടാവണം, കുടിവെള്ളം ഉണ്ടാവണം, സ്വാഭാവികമായി റോഡ് വൃത്തിയാകണം. അവരെല്ലാവരും കൂടെ സറണ്ടർ ചെയ്യും. അത് ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ആ പൊതുജനങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രൈവറ്റായി അവരുടെ ഭൂമിയിൽ അല്ലെങ്കിൽ അവർ കരമൊടുക്കുന്ന വസ്തു അത് സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവരൊരു കത്ത് തന്നാൽ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി നമ്മുടെ ആസ്തിയിലേക്ക് ഉൾപ്പെടുത്തും. ഇനി ഇവിടെ സൂചിപ്പിച്ച 2 അജണ്ടകളിലെ ഒരു കോൺട്രഡിക്ഷനാണ്. ഒന്ന്, ആസ്തിയിൽ ഉൾപ്പെടുത്താനായി വരുന്നു, അതോടൊപ്പം ടെൻഡർ ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 6 മാസം നടന്ന ഒരു പ്രോസസ്സായിരിക്കാം സംവിധാനം. സ്വാഭാവികമായി പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ ആവശ്യത്തിനനുസൃതമായി അവരുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് ഫയലിൽ കൊടുത്തു. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കെ തന്നെ സംവിധാനത്തിലേക്ക് ടെൻഡർ അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകുന്നു. അവിടെ എസ്റ്റിമേറ്റ് എടുക്കുന്നു, ടെൻഡർ ചെയ്യുന്നു, അതിനനുസരിച്ച് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എഞ്ചിനീയർ വിഭാഗം ആ ഫണ്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അതിനുള്ള ഫയൽ എവിടെ വന്ന് ഇതിനകത്ത് വേറെ അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കൂടെ പരിശോധിക്കണം. അങ്ങനെ ഒരു അഴിമതിയല്ല. പൊതുജനങ്ങളുടെ വിഷയത്തിൽ ജനപ്രതിനിധികളായി ചെല്ലുന്നവർ എടുക്കുന്ന ചില ശുഷ്കാന്തികൾ, ചില നടപടികൾ അല്ലെങ്കിൽ വേഗത്തിൽ പോകണമെന്നുള്ള കാര്യങ്ങളിൽ വരുന്നതാണ്. അതിലൊരിക്കലും അങ്ങനൊരു എല്ലാ കാര്യങ്ങളിലും ഈ ദോഷൈക ദൃക്കുകൾ എന്ന് പറയുന്ന രീതിയിൽ നോക്കരുത്. ചില കാര്യങ്ങളിൽ ഉണ്ടാവാം. കുറെ സംവിധാനങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താനാണല്ലോ നിങ്ങൾ പുതിയ ഭരണസമിതി വന്ന് വായിക്കാം. പക്ഷേ ഈ എല്ലാ കാര്യവും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് മുഴുവൻ കുഴപ്പമായിരുന്നു, ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറയുന്നതിൽ തെറ്റാണ്. അപ്പൊ ഈ ആസ്തി ഉൾപ്പെടുത്തുന്ന ഒന്നത്. രണ്ടാമത്തെ വിഷയം, ഇവിടെ ലീഗൽ പാനൽ നേരത്തെയുള്ള അഭിഭാഷകർ അന്നും നമ്മളൊക്കെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ലീഗൽ പാനൽ അഭിഭാഷകർക്ക് ഒരു നിശ്ചിത ഫീസ് സ്വാഭാവികമായും നമ്മൾ കൊടുക്കാറുണ്ടാവുന്ന നമ്മുടെ അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ചുള്ള ഫീസേ അവർ ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ക്ലെയിം ചെയ്യുന്ന അനുസരിച്ച് ഒരു 10-50 കേസ് ആകുമ്പോഴായിരിക്കും ഒരുമിച്ച് അവർ ക്ലെയിം ചെയ്തത്. ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വന്നിൽ ലീഗൽ പ്രൊസീജിയർ കഴിഞ്ഞ് ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആ പ്രൊസീജിയർ വന്നതിന് ശേഷം കൗൺസിലേക്ക് വരുവാൻ ചിലപ്പോൾ സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഈ ഒരു വക്കീലിന് വളരെ ഫീസ് കൊടുക്കുന്നു. ഫീസിൽ വിജയവും പരാജയവും ഉണ്ടാവും, അല്ലെങ്കിൽ കേസിൽ പരാജയവും വിജയവും ഉണ്ടാകാം. എല്ലാ കേസും സർക്കാരിനെ നമ്മൾ നടപ്പിലാക്കി ചെയ്യും. അപ്പൊ അതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പറയല്. ഇപ്പൊ ഈ തിലകന്റെ വിഷയം ഇതറിയാവുന്നതുകൊണ്ടാണ് ബഡ്ജറ്റ് കാലങ്ങളിൽ ഞങ്ങൾ നിരവധിയായി ഡിസ്കസ് ചെയ്തതാണ്. അന്ന് ഈ പറയുന്ന ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എസ്കേപ്പ് ഉൾപ്പെടെ ഇന്നത്തെ BJPയുടെ പല കൗൺസിലർമാരും ഉള്ളതാണ്. ഇതിനൊരു പകരം സംവിധാനം കോർപ്പറേഷന് സ്ഥിരമായി ഏർപ്പെടുത്താൻ പറ്റുമോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉദ്ഘാടനങ്ങൾ എന്ന് പറയുന്ന തലേദിവസമായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചൊക്കെ ചെയ്തതായിരിക്കാം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പം നമുക്കറിയാലോ. നമ്മളിപ്പം ഈ 2 മാസമായി എത്ര കൗൺസിലുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം നമുക്ക് 15-ാം തീയതി ഈ പറയുന്ന ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അതിനു മുൻപ് ഇതെല്ലാം നടത്തി തീർക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി നമ്മൾ ഒരുപാട് കൗൺസിൽ യോഗങ്ങൾ കൂടി. ഇത് നേരത്തെ ഇപ്പം ഇന്നത്തെ അജണ്ട തന്നെ ഇത്രയും 200 അജണ്ടകൾ വെച്ച് ഈ 2 മാസം ഭരണസമിതി ഇരുന്നിട്ട് ഇന്നാണ് വരുന്നത്. 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വരികയാണ്. ഇതിനിടയ്ക്കൊക്കെ വെറുതെ നമ്മൾ കൂടി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ചില ഭരണസമിതിയുടെ ഭാഗമായി കുറെ കാര്യങ്ങൾ ആ സമയങ്ങളിൽ അത്യന്താപേക്ഷിതമായി വരുമ്പോൾ ചെയ്യുന്ന ചില നടപടിക്രമങ്ങളാണ്. അപ്പൊ തിലകന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ഉദ്ഘാടനം ഒരു വ്യക്തിയെ മാത്രം പറയേണ്ട, അങ്ങനെ നമ്മുടെ സംവിധാനവുമായി ചേർന്ന് നിന്നുകൊണ്ട് അന്ന് മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതിന് മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ മാറ്റം ആലോചിക്കാം. പക്ഷെ കഴിഞ്ഞതെല്ലാം ഇവിടെ വേറെ ആരുണ്ടോ പണം വാങ്ങിച്ചിട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നത് പ്രോസസ്സ് എഴുതി വരുമ്പോൾ ഒരാൾ പണം മുടക്കി വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അയാൾക്ക് കിട്ടുന്നത്. അതിനകത്ത് നമുക്കറിയില്ല, അതിനകത്ത് ലാഭമോ നഷ്ടമോ ഒന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഇതിൽ ലാഭമായി ഇന്ന് പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ കിട്ടും. അതൊക്കെ യാഥാർത്ഥ്യമാണ്, നമുക്കറിയാമല്ലോ. അപ്പൊ അതൊക്കെ വിഷയം വേറെയാണ്. പക്ഷെ എല്ലാത്തിലും
നമ്മൾ അഴിമതിയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതങ്ങോട്ട് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിന് മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പരിശോധിക്കണം. അല്ലാതെ നമ്മൾ അതിന് വ്യക്തമായി മറ്റു കാര്യങ്ങളിലേക്ക് പറഞ്ഞാൽ പരിശോധിച്ച് തന്നെ പോകണം. പക്ഷെ അതുപോലെ തന്നെ 179 ദിവസം വിളപ്പിൽശാല പൂർത്തിയപ്പോൾ മുതലുള്ള ഡ്രൈവർമാർ ഉൾപ്പെടെ ഉണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കേണ്ട, തീരുമാനിക്കാം. അതൊക്കെ യാഥാർത്ഥ്യമാണ്. കാരണം ചെറുപ്പക്കാരെ പരിഗണിക്കണം. പക്ഷേ ഇത് മാത്രം ആശ്രയിച്ച് ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടവും ഈ നഗരസഭയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച് ഇനി മറ്റൊരു മാർഗത്തിലേക്ക് ജോലി അന്വേഷിച്ച് പോകാൻ പറ്റാത്ത സാധ്യതയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ അന്ന് കയറിയിട്ട് ഇന്ന് വയസ്സാകുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നീ മറണ്ട അടുത്ത മാസം ദിവസോട്ട് പറഞ്ഞാൽ അപ്പൊ ഇതൊക്കെ നമ്മളൊരു ഷൈലോക്കിന്റെ സ്ഥാപനമൊന്നുമല്ല, അതൊരു പ്രൈവറ്റ് സ്ഥാപനമൊന്നുമല്ല. പിന്നെ 3 പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ 2 പെൻഷൻ വാങ്ങുന്ന ആൾക്കാരെ കൂടെ നിയമിച്ച ഏതൊരു തരം കെസ്കോൺ വഴി സെക്യൂരിറ്റി ആയി വന്നിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഇതിനെല്ലാം പണം നഗരസഭയുടെ കൊടുക്കുമ്പോൾ എല്ലാ ക്രൈറ്റീരിയയും പാലിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യങ്ങളിലാണ് പലതും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതെല്ലാം ഇത്തരത്തിൽ അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അത് ഈ ചർച്ച ഗുണകരമായ നിലയ്ക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞാൻ ഈ സഭയിൽ ബഡ്ജറ്റ് ചർച്ചയിലും ഈ ചർച്ചയിലും വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. വ്യക്തിപരമായി ഒരു വിഷയത്തെയും ഞാൻ സമീപിക്കുന്ന ആളല്ല. ഈ വിഷയത്തിലും ഞാൻ അവതരിപ്പിച്ചത് അങ്ങയ്ക്ക് ബോധ്യം വന്നു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മുടെ നഗരസഭയുടെ ഭരണസമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ നിലയ്ക്കൊരു നിലപാടെടുത്തുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ സംസാരിച്ച രീതിയെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അല്ലാതെ എനിക്ക് ആ കൗൺസിലിൽ തന്ന അജണ്ടകളെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏതിനെ സംബന്ധിച്ചും അന്വേഷിക്കാനും പരിശോധിക്കാനും കൗൺസിലിൽ കൊണ്ടുവരാതിരിക്കാനും ഒക്കെയുള്ള അധികാരവും അതുപോലെ തന്നെ 71 ആളുകളുടെ പിന്തുണയും നിങ്ങൾക്കുണ്ട്. 71 ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ ഭരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മാറ്റം വരുത്തി കൊണ്ടുപോകാം. ഈ അഡ്വക്കേറ്റിന്റെ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള അത് അപ്പോഴും പറഞ്ഞോണ്ടാ മതി. അപ്പോഴെത്ര ഈ ആളുകൾ ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് അപ്പോഴും നമുക്ക് നോക്കാം സാർ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ ലീഗൽ അഡ്വൈസറെ നിയമിക്കാനുള്ള, ആരെ മാറ്റണം ആരെ നിലനിർത്തണം എന്ന് തീരുമാനിക്കാനുള്ളത് അങ്ങയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലാണ്. അല്ലാതെ സുമൻ ചക്രവർത്തിക്ക് രൂപ കൊടുത്തതിനെ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്യുന്നത് പൊതുസമൂഹത്തെയും കൗൺസിലിനെയും പൊതുസമൂഹത്തെയും ചോദ്യം ചെയ്യാനാണ്. ഈ പറഞ്ഞ പള്ളിത്തുറയിലെ സ്ഥലത്തെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനും പരിശോധിക്കാനും അതിനെതിരായി നടപടി സ്വീകരിക്കാനും ഉത്തരവാദികളായിട്ടുള്ളത് നിങ്ങളാണ്. അതിനെ സംബന്ധിച്ചൊന്നും തന്നെ ഞങ്ങൾക്ക് തർക്കമില്ല. ഏതെങ്കിലും ഉദ്ഘാടനത്തിന് വേണ്ടി നിലവിളക്കിന് 600 രൂപയും 300 രൂപയും 200 രൂപയുടെയും തർക്കമുണ്ടെങ്കിൽ അതും നിങ്ങൾ പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ പറയുന്നതും ഞങ്ങൾ നിങ്ങളോട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിന്റെ ഒന്നും തന്നെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ LDF-ലെ കൗൺസിലർമാരെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഒരു മഞ്ഞുരുകലും സാറേ, ഞങ്ങൾക്ക് എന്ത് മഞ്ഞുരുകലാണ്? ഒരു ഉരുകലുമില്ല. നിങ്ങൾ അന്വേഷിക്ക്, ഉരുകിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഉരുകുന്നതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്കറിയാം എവിടെയെല്ലാം ഉരുകി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ എവിടെയെല്ലാം കയറി ഇറങ്ങി മഞ്ഞുരുകി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളതെല്ലാം തന്നെ കണ്ടിട്ടുള്ളവരാണല്ലോ. അതുകൊണ്ട് മഞ്ഞുരുക്കലിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഉരുകാതെ, ഇതൊന്നും ഉരുകിപ്പോകാതെ നിലനിർത്താനുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കൊരു സന്ദേശവും കൂടി ഞാൻ ഈ അവസരത്തിൽ തരികയാണ്. 71 പറയുമ്പോൾ നിങ്ങൾ എന്തിനാ നിങ്ങളാണെന്ന് കണക്ക് കൂട്ടുന്നത്? നിങ്ങളാണ് നിങ്ങളിതിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ നിങ്ങളാണ് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത് എന്തിനാ? ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും. അല്ല, ഈ അച്ഛൻ പത്തായത്തില്ല എന്ന് പറയണ്ടല്ലോ. അല്ല,